നമസ്കാരം. ഞാൻ രതി. 1001 രാത്രികളിലെ 11ാമത്തെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ യുവാവിൻ്റെയും മത്സ്യങ്ങളുടെയും കഥ. അർദ്ധശിലാ മനുഷ്യനായ യുവാവ് രാജാവിനോട് തൻ്റെ കഥ പറഞ്ഞു. ഇവിടെ ഒരു രാജ്യവും രാജധാനിയും ഉണ്ടായിരുന്നു. ശ്യാമദ്വീപമെന്ന ആ രാജ്യമാണ് അങ്ങ് കാണുന്ന ഈ 4 പർവ്വതങ്ങൾ. 70 വർഷം ശ്യാമദ്വീപം ഭരിച്ചത് എൻ്റെ പിതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഞാൻ ഇവിടുത്തെ സുൽത്താനായി. എന്നെ സ്നേഹിച്ചിരുന്ന എൻ്റെ മുറപ്പെണ്ണിനെ ഞാൻ വിവാഹം ചെയ്തു. ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് പിരിഞ്ഞിരിക്കാൻ കഴിയുമായിരുന്നില്ല. ഏതാണ്ട് 5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു വൈകുന്നേരം ഭാര്യ കുളിക്കാൻ പോയ സമയത്ത് കുറഞ്ഞൊന്ന് വിശ്രമിക്കാനായി ഞാൻ കിടപ്പറയിലേക്ക് ചെന്നു. ദാസികളോട് വീശാൻ പറഞ്ഞു. ഒരാൾ കാൽക്കലും മറ്റൊരാൾ തലയ്ക്കലും ഇരുന്ന് വീശി തുടങ്ങി. ഭാര്യ അടുത്തില്ലാതിരുന്നതിനാൽ എനിക്ക് ഉറക്കം വന്നില്ല. കണ്ണുകളടച്ച് എന്ന സ്വബോധത്തോടെ ഞാൻ കിടന്നു. അപ്പോൾ ഒരു ദാസി കൂട്ടുകാരിയോട് പറയുന്നത് കേട്ടു. നമ്മുടെ യജമാനൻ്റെ കാര്യം കഷ്ടം തന്നെ. വെറും ഒരു തേവിടിശിയെയാണല്ലോ ഈ പാവത്തിന് ഭാര്യയായി കിട്ടിയത്. എനിക്കാ പിശാചിനെ കാണുന്നതേ വെറുപ്പാണ്. ഓരോ ദിവസം ഓരോ പുരുഷൻ്റെ കൂടെ. ഇതൊന്നും നമ്മുടെ യജമാനൻ അറിയുന്നില്ലല്ലോ. എങ്ങനെ അറിയാനാ? ഭർത്താവിന് മരുന്ന് കൊടുത്ത് മയക്കി കിടത്തിയല്ലേ അവൾ നിശാസഞ്ചാരം നടത്തുന്നത്. ഉറങ്ങാൻ നേരത്ത് ഇദ്ദേഹം കുടിക്കുന്ന വീഞ്ഞിൽ കറുപ്പ് ചേർത്ത് കൊടുത്താൽ വെളുക്കുവോളം ബോധമില്ലാതെ ഉറങ്ങും. പിന്നെ ഭാര്യ ഉടുത്തൊരുങ്ങി എങ്ങോട്ട് വേണമെങ്കിലും പോകും. രാവിലെ അവൾ വന്ന് ഏതോ ഒരു മരുന്ന് മൂക്കിൽ മണപ്പിക്കുമ്പോഴാണത്രേ ഇദ്ദേഹം ഉണരുന്നത്. ദാസികളുടെ സംഭാഷണം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഇരുൾ പരന്നു. രാത്രി അവൾ അത്താഴം വിളമ്പുമ്പോൾ ഒന്നും അറിയാത്ത മട്ടിൽ ഞാൻ അവളോട് സംസാരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അവസാനമായി കുടിക്കാറുള്ള ഒരു ഗ്ലാസ് വീഞ്ഞ് അവൾ എനിക്ക് തന്നപ്പോൾ ഞാനത് ചുണ്ടോട് ചേർത്തിട്ട് രഹസ്യമായി കുപ്പായത്തിനുള്ളിലേക്ക് ഒഴിച്ചു. എന്നിട്ട് വേഗം കിടക്കയിൽ വീണ് ഉറക്കം നടിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അവൾ പറയുന്നത് കേട്ടു. ഉറങ്ങ് പിശാചേ, ഉറങ്ങ്. ഒരിക്കലും ഉണരാത്ത ഉറക്കം. നിന്നെ ഞാൻ വെറുക്കുന്നു. നീ അടുത്തുള്ള ഓരോ നിമിഷവും എനിക്ക് നരകതുല്യം അറപ്പുളവാകുന്നു. അവൾ എഴുന്നേറ്റ് ഉടുത്തൊരുങ്ങി എൻ്റെ വാൾ കയ്യിലെടുത്ത് കൊട്ടാരത്തിന് പുറത്തേക്ക് കടന്നു. അവളുടെ പിന്നാലെ ഒച്ചയുണ്ടാക്കാതെ ഞാനും പോയി. നഗരത്തിന് പുറത്തുള്ള പ്രവേശന കവാടത്തിലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ അവൾ എന്തോ പറഞ്ഞു. വാതിൽ താനേ തുറന്നു. ആരുമറിയാതെ ഞാൻ അവളെ പിന്തുടർന്നു. ഒടുവിൽ ചവറ് കൂനുകൾക്കിടയിലുള്ള ഒരു ചെറ്റക്കുടിലിനു മുന്നിൽ അവൾ നിന്നു. ചെറിയൊരു വാതിലിലൂടെ അവൾ അകത്തേക്ക് കടന്നു. ഒരു മൺതിട്ടയിൽ കയറി ചുവരിലെ വിടവിൽ കൂടി ഞാൻ അകത്തേക്ക് നോക്കി. കരിക്കട്ട പോലെ കറുത്ത ഒരു കാപ്പിരിയുടെ മുന്നിലേക്കാണ് അവൾ ചെന്നത്. രോഗം പിടിച്ച് വികൃതമായ ഒരു രൂപം. എൻ്റെ ഭാര്യ ആ നീഗ്രോയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തി. അവൻ തലയുയർത്തി അവളോട് ചോദിച്ചു, ഇത്ര നേരം നീ എവിടെയായിരുന്നു? എൻ്റെ കൂട്ടുകാരും അവരുടെ ഭാര്യമാരും ഇപ്പോൾ ഇവിടുന്ന് പോയതേയുള്ളൂ. നീ ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു സന്തോഷവും തോന്നിയില്ല. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, എൻ്റെ പൊന്നെ, എനിക്കൊരു ഭർത്താവുണ്ടെന്ന് അറിഞ്ഞുകൂടെ? എൻ്റെ മുറിച്ചെറുക്കൻ, അയാളെ എനിക്ക് വെറുപ്പാണ്. എന്നാ അങ്ങയ്ക്കാപത്തുണ്ടാകുമെന്ന് കരുതി ഞാൻ ക്ഷമിക്കുന്നു. അല്ലെങ്കിൽ എന്നെ ഈ നാട് തകർത്ത് തരിപ്പണമാക്കിയേനെ. കള്ളം പറയുന്നോ നായേ എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ അവളെ ഒത്തിരി വഴക്ക് പറഞ്ഞു. അവസാനം ആ നീഗ്രോയുടെ കാല് പിടിച്ചവൾ കരഞ്ഞു. അതോടെ അവൻ അവളോട് ക്ഷമിച്ചു. അവൾ സന്തോഷത്തോടെ എഴുന്നേറ്റു. എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കാൻ തരൂ, അവൾ ആവശ്യപ്പെട്ടു. ആ കലത്തിൽ എല്ലിൻ സൂപ്പ് കാണും, പാട്ടയിൽ അല്പം മദ്യവും, അവൻ പറഞ്ഞു. അവൾ ആർത്തിയോടെ ഭക്ഷണം കഴിച്ചു. ശേഷം വൃത്തികെട്ട അവൻ്റെ പുതപ്പിനുള്ളിലേക്ക് നുഴഞ്ഞു കയറി. എൻ്റെ തലച്ചോറ് മരവിച്ചു പോയിരുന്നു. കുറേ നേരം ഞാൻ അവിടെ നിന്നു.
പിന്നീട് സ്ഥലകാല ബോധമുണ്ടായപ്പോൾ രണ്ടിനെയും കൊല്ലാനുറച്ച് ഞാൻ പതുക്കെ അകത്ത് കടന്നു. അവൾ കൊണ്ടുപോയിരുന്ന വാൾ നിലത്ത് കിടക്കുന്നത് ഞാൻ കണ്ടു. അതെടുത്ത് നീഗ്രോയുടെ കഴുത്തിൽ ആഞ്ഞുവെട്ടി. കഥ ഇത്രയുമായപ്പോഴേക്കും നേരം പുലർന്നു. ഷഹറസാദ് കഥ പറച്ചിൽ നിർത്തി. ഷഹരിയാർ രാജാവ് സൂര്യാസ്തമയം വരെ മന്ത്രശാലയിൽ കഴിച്ചുകൂട്ടിയിട്ട് വൈകുന്നേരം അന്തഃപുരത്തിൽ മടങ്ങി വന്നു. കഥ തുടരാൻ ദുനിയാസാദ് ചേച്ചിയോട് ആവശ്യപ്പെട്ടു. രാജകൽപ്പന ഞാൻ അനുസരിക്കും, ഷഹറസാദ് പറഞ്ഞു. രാജാവിൻ്റെ അനുവാദത്തോടെ ഷഹറസാദ് കഥ തുടർന്നു. അർദ്ധശിലാ മനുഷ്യനായ യുവാവ് രാജാവിനോട് തൻ്റെ കഥയുടെ ശേഷിച്ച ഭാഗം കൂടെ പറഞ്ഞു കേൾപ്പിച്ചു. എൻ്റെ വാൾ നീഗ്രോയുടെ കണ്ടനാളം മുറിച്ചു. ഒരു ഞരക്കം പുറത്തു കേട്ടു. അവൻ ചത്തെന്ന് ഞാൻ കരുതി. പിന്നീട് മനസ്സിലായി അവൻ ചത്തില്ലെന്ന്. ഉറങ്ങിക്കിടന്നിരുന്ന എൻ്റെ ഭാര്യ ശബ്ദം കേട്ട് ഞെട്ടിയുണർന്നത് കണ്ട് ഞാൻ തിരിഞ്ഞു നടന്നു. ആരും കാണാതെ ഓടി കൊട്ടാരത്തിൽ വന്നു. കുറെ കഴിഞ്ഞ് എൻ്റെ ഭാര്യയും മുറിയിലെത്തി. എന്നോടൊപ്പം കട്ടിലിൽ കയറി കിടന്നു. രാവിലെ ആയപ്പോൾ അവൾ തല മൊട്ടയടിച്ച് വിലാപ വസ്ത്രങ്ങൾ അണിഞ്ഞിരുന്നു. പ്രിയ ഭർത്താവേ, എൻ്റെ അമ്മ മരിച്ചുപോയെന്ന് ഞാൻ അറിഞ്ഞു. എൻ്റെ അച്ഛൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടെന്നു കേട്ടു. ഒരു സഹോദരനെ തേള് കുത്തിക്കൊന്നു. കോട്ടമതിലിടിഞ്ഞു വീണ് മറ്റൊരു സഹോദരനും മരിച്ചു. അതുകൊണ്ട് ഞാൻ ദുഃഖം ആചരിക്കുന്നു എന്നായിരുന്നു അവളുടെ വിശദീകരണം. അവളെ സംശയിക്കുന്നതായി ഞാൻ ഭവിച്ചില്ല. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യാം എന്ന് പറഞ്ഞു. ഏതാണ്ട് 1 വർഷം അവൾ അത്യന്തം ദുഃഖിതയായി കാണപ്പെട്ടു. വർഷാവസാനം അവൾ പറഞ്ഞു, എനിക്ക് ഒറ്റയ്ക്കിരുന്ന് വിലപിക്കാൻ ഒരു മണ്ഡപം കെട്ടിത്തരണം. നിന്റെ ഇഷ്ടം പോലെയാകാം. ഞാൻ അനുവാദം നൽകി. ഒരു വലിയ ശവകുടീരം പോലുള്ള മണ്ഡപം പണിത് മുറിവേറ്റ നീഗ്രോയെ അതിനുള്ളിൽ കിടത്തി അവൾ ശുശ്രൂഷിച്ചു. തീരെ ദുർബലനായിരുന്ന അവന് അവളുടെ കാമാർത്തി ശമിപ്പിക്കാനോ സംസാരിക്കാൻ പോകലുമോ ആവുമായിരുന്നില്ല. രാവിലെയും വൈകുന്നേരവും അവൾ അവന് ഭക്ഷണം കൊടുത്തു. അങ്ങനെ 1 വർഷം കൂടി കഴിഞ്ഞു. എന്നിട്ടും അവളുടെ ദുഃഖം ശമിച്ചില്ല. തീരെ ക്ഷമ നശിച്ച ഒരു ദിവസം ഞാൻ അവളോട് ചോദിച്ചു, രഹസ്യ കാമുകനെ ഇനിയും നിനക്ക് മറക്കാറായില്ലേ? അപ്പോഴാണ് നീഗ്രോയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ഞാനാണെന്ന സത്യം അവൾ അറിഞ്ഞത്. പുലിയെപ്പോലെ ചീറിക്കൊണ്ടെഴുന്നേറ്റ അവൾ എന്നെ നോക്കി എന്തോ ചിലത് പറഞ്ഞു. അതോടെ എൻ്റെ അർദ്ധഭാഗം ശിലയായി തീർന്നു. 1 ഇഞ്ച് പോലും അനങ്ങാൻ എനിക്ക് വയ്യ. ജീവച്ഛവമായി ഇവിടെ കഴിയുന്നു. എന്നെ മാത്രമല്ല അവൾ ശപിച്ചത്. 4 ദ്വീപുകൾ ചേർന്ന എൻ്റെ രാജ്യത്തെ 4 മലകളാക്കി മാറ്റി. എൻ്റെ പ്രജകളെയെല്ലാം ഈ കായലിലെ മത്സ്യങ്ങളാക്കി മാറ്റി. എന്നിട്ടും തീർന്നില്ല. അവൾ ദിവസേന ഇവിടെ വന്ന് ചാട്ട കൊണ്ട് എന്നെ അടിക്കുകയും ചെയ്യും. ഇത്രയും പറഞ്ഞ് യുവാവ് വീണ്ടും കരയാൻ തുടങ്ങി. രാജാവ് അയാളെ ആശ്വസിപ്പിച്ചു. വിഷമിക്കാതിരിക്കൂ സ്നേഹിത. അവൾ ഇപ്പോഴെവിടെയാണെന്ന് പറയൂ. കൂടാരത്തിൽ നീഗ്രോയുടെ സമീപത്തുണ്ട്. ദിവസവും എന്നെ അടിക്കാൻ വേണ്ടി മാത്രം ഇവിടെ വരും. ഏത് വിധേനയും ഞാൻ നിങ്ങളെ സഹായിക്കും എന്ന് വാഗ്ദാനം ചെയ്തിട്ട് രാജാവ് യുവാവിനോട് യാത്ര പറഞ്ഞു. എങ്ങനെയാണ് രാജാവ് യുവാവിനെ രക്ഷിക്കുന്നതെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? ആ കഥ പറയാൻ ഞാൻ ഉടനെ വരാം. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കണം. ഓക്കേ.